ഒന്നാമതായി യോസെഫ് ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും യോസെഫ് തന്നെയായിരുന്നു. യോസെഫിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ വിശ്വാസം അതൊന്നിനും തകർക്കുവാൻ കഴിഞ്ഞില്ല. യോസെഫ് തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടെ പോയിരുന്നാലും നമ്മൾ തന്നെ ആയിരിക്കണം. കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞാൽ, ചെറുപ്പകാലം 13 വയസ്സുള്ള സമയത്ത് യോസെഫ് അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് അനുസരണയുള്ളൊരു മകനായിട്ടിരുന്നു. അതുകൊണ്ട് 13 വയസ്സിന് താഴെയുള്ള എല്ലാവരും കുറച്ചുകൂടെ അനുസരണ പഠിക്കണം. 13 വയസ്സ് കഴിഞ്ഞാലും അനുസരണ പഠിക്കണം. ഇന്നത്തെ പിള്ളേർക്കില്ലാത്ത ഒരു കാര്യമാണ് അനുസരണ. പണ്ട് നമ്മുടെ വീട്ടിൽ അപ്പൻ വരുമ്പോൾ നമ്മൾ ബഹുമാനത്തോടെ എണീറ്റ് നിൽക്കും. ഇന്ന് പിള്ളേർക്കെല്ലാം അപ്പനും അമ്മയൊക്കെ ഫ്രണ്ട്സാണ്. നല്ല കാര്യമാണ്, ഇല്ല എന്നല്ല, പക്ഷേ എങ്കിലും അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. അതിൽ 2 അനുഗ്രഹങ്ങൾ കിടപ്പുണ്ട്. നമുക്കറിയാം എന്തൊക്കെയായിരുന്നു. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഈ ഭൂമിയിൽ ദീർഘായുസ്സോടുകൂടെ ഇരിക്കുവാനും. അപ്പം നന്മയും ദീർഘായുസ്സും നമുക്ക് വേണോ? നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അപ്പോൾ യോസെഫ് അനുസരണയുള്ള ഒരു മകനായിരുന്നു. പിന്നെ അവൻ കണ്ട സ്വപ്നം സഹോദരന്മാർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അവൻ ചിന്തിച്ചില്ല. ഒന്നും അവൻ മറച്ചു വച്ചില്ല. ഒരുപക്ഷെ തനിക്ക് ഭീഷണി വരാം, എങ്കിലും അവന് അതിനൊന്നും പേടിച്ചില്ല. എല്ലാം അവൻ തുറന്നു പറഞ്ഞു. നമ്മുടെ വീടുകളിലും നമ്മളെല്ലാം തുറന്നു പറയുന്നവരായിരിക്കണം. ഒരു കുടുംബത്തിലൊരു പ്രശ്നം വന്നിരുന്നാലും, പ്രയാസങ്ങൾ വന്നിരുന്നാൽ അത് തുറന്നു പറയുന്നു. ചില വീടുകളിൽ അപ്പൻ ഇരിക്കുന്നുണ്ട്, അമ്മ പറയും അപ്പന് മക്കളോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ എന്ത് ചെയ്യത്തില്ല, അത് പുറത്ത് കാണിക്കത്തില്ല. ഭയങ്കര സ്നേഹമാണ്. അപ്പൻ ഭയങ്കര കടുംപിടുത്തക്കാരനായിട്ടിരിക്കും, പക്ഷെ ഭയങ്കര സ്നേഹമാണ്. പ്രിയമുള്ളവർ, അതല്ല. ചെറിയ ജീവിതമാണ് നമുക്കുള്ളത്, വളരെ ചെറുത്. വചനം പറയുന്നു, ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെ. നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് നാളത്തെ രാവിലെ നമ്മൾ കാണുമെന്ന്? നമുക്ക് ആർക്കും ഉറപ്പില്ല. ഈ പ്രോഗ്രാം തീരുന്നത് വരെ നമ്മൾ ജീവനോടെ ഇരിക്കുന്ന പോലും ആർക്കും ഒരു ഉറപ്പില്ല. ആർക്കും ഉറപ്പില്ലാത്ത ഈ ലോകത്ത് നമുക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. സത്യസന്ധമായിട്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും നമുക്ക് ഇടപെടാം.